എന്നാ ഈ വെച്ചായ ഓക്കെ. ഇൻസ്ട്രക്ഷൻ മാനുവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അറിയത്തില്ല, ഇത് നോക്കി ചെയ്യാം. അതവിടെ വെച്ചോ, അത് നോക്കി ചെയ്യാലോ. ഇതാണ് നമ്മുടെ പ്ലാൻ. യെസ്, ബ്ലൂ പ്രിന്റ്. സോ എന്തൊക്കെയോ പറയുന്നുണ്ട്. 40 gram കൂടി ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, വേറൊരു മാനുവലുണ്ട്. കുറേ മാനുവലാണല്ലോ. എവിടെയാ വെക്കേണ്ട പൊസിഷനൊക്കെ തീരുമാനിച്ചോ? നമുക്ക് ഈ ഭിത്തിയിൽ വെക്കാം. ഇതെന്തോ ലെവല് നോക്കാനുള്ള സാധനമാണ് ഈ ഭിത്തിയിലല്ലേ? ഓക്കെ. ഇതെന്തോ ഒരു സാധനം എഴുതിയിട്ടുണ്ട്. എല്ലാം ഒന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് ഒന്നേ ഉറങ്ങി തുടങ്ങാം. ഓക്കെ. ഇതൊക്കെ എന്തോ ഒരു സാധനം. എന്തൊക്കെയോ ഓരോ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എല്ലാം എടുത്ത് നിരത്തി വെച്ച് കഴിഞ്ഞാൽ പട്ടേന്ന് പണിയാണ് തുടങ്ങാം. അതൊക്കെ വാളയില് വെക്കേണ്ടതായിരിക്കും. നോക്കാം. എന്തായാലും ഓരോ സെറ്റ് ഓരോ സ്ഥലത്ത് വെക്കാം. പിന്നെ മാനുവൽ, എല്ലായിടത്തും മാനുവലാണല്ലോ. പറയുന്നത് 107 സെന്റിമീറ്റർ 107 സെന്റിമീറ്റർ സെൻട്രലൈസ് ചെയ്ത് വേണം വെക്കാൻ. ഏതാണ്ട് ഭിത്തിയുടെ നടുഭാഗത്തുമായിട്ട്. അപ്പൊ അതിന്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നുള്ളത് നോക്കണ്ടേ? എന്തൊക്കെയോ ചെയ്യാനുണ്ട്, എല്ലാം ചെയ്യാം. ആദ്യം നമ്മൾ ഒരു ടേപ്പ് എടുത്ത് ഭിത്തിയുടെ ടോട്ടൽ ഡിസ്റ്റൻസ് ഒക്കെ നടന്ന് നോക്കട്ടെ. സെന്റർ കണ്ടുപിടിക്കാം. അപ്പുറം പിടിച്ച് ഞാൻ അപ്പുറം പിടിക്കണോ? ഇവിടെ ഇങ്ങനെ പിടിക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് പിടി. 122 ഫീറ്റ് ഉണ്ട്. ഓക്കെ, ഒന്നുകൂടെ പിടിക്കണോ? 122 എന്ന് പറയുമ്പോൾ 61 ഫീറ്റ്. എവിടെയായിട്ട് വരും? ഇതാണ് സെന്റർ. അതിനൊരു മാർക്കിട്. മാർക്കിട്ടോ? കാണുന്നുണ്ടോ? സെന്റർ ഇവിടെ സെന്റർ. ഒരു മാർക്കിട്ട് വെക്കടാ. മാർക്കിടും. അത് വെച്ചിട്ടൊന്ന് അച്ചാ മതി. തിരിയോ? അത് തിരിയൂല. അറിയില്ല, അത് ഏതാണ്ട് ഇവിടെയാണോ അല്ല, ഇങ്ങനെ ഈ ക്ലോക്കിന്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. ഇത് വെച്ചിട്ട് സെൻട്രലൈസ് ചെയ്ത് ഇങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ. ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഓക്കെ, നമുക്ക് വീണ്ടും ഇൻസ്ട്രക്ഷൻ മാനുവലിലേക്ക് പോകാം. എന്താണ് ഇൻസ്ട്രക്ഷൻ പറയുന്നതെന്ന് നോക്കട്ടെ. Go to your account. If stud spacing is from 18 to 24 inches, add a 24-inch extension plate. ഓഹോ, അപ്പോൾ അമ്മമാര് സാധനം തന്നിട്ട്. അപ്പോൾ ഇത് സ്റ്റഡ് പിടിപ്പിക്കാനുള്ള സാധനം ആയിരിക്കണം. കിച്ചലായിരിക്കും പിടിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് വേറൊരു സാധനമുണ്ട്. എന്നാണ്?
ഡ്രൈവാൾ ആയതുകൊണ്ട് ഡ്രൈവാളിൽ നമ്മൾ എവിടേക്കാണ് സ്റ്റഡ് ഉള്ളത് കണ്ടുപിടിക്കാനുള്ള സ്റ്റഡ് ഫൈൻഡർ ആണിത്. ഓ കാണിച്ച സാധനം കാണിച്ച്. ഓ സ്റ്റഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെന്റർ എന്നുള്ളതുകൊണ്ട് ഇതിന്റെ സ്റ്റഡ് എവിടെയാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. നോക്കട്ടെ അതെങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്നതെന്ന്. ഞെക്കി പിടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ആരോ മാർക്ക് കാണിക്കുമ്പോൾ ഇത് സാധനം സ്റ്റഡിന്റെ തുടങ്ങി. അപ്പോൾ ഇതാണ് സ്റ്റഡിന്റെ സെന്റർ. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരെണ്ണമുണ്ട്. ഓക്കെ, മാർക്കിടണ്ട. മാർക്കിടാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ്. ഓക്കെ. പിന്നെ ഇവിടെ അടുത്ത സ്റ്റഡ് വരുന്നുണ്ട്. ഓക്കെ. സ്റ്റഡിന്റെ സെന്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ സാധനം രണ്ട് സ്റ്റഡ് ഇരിപ്പുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ആ സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ കാണിച്ചിരിക്കുന്നതനുസരിച്ച് നമ്മൾ പിടിച്ച് നോക്കാം. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഇത് അറിയത്തില്ലല്ലോ. അപ്പോൾ നോക്കട്ടെ. ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ തുറക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും. ജസ്റ്റ് വെയിറ്റ് ചെയ്യാനൊക്കെ പിടിക്കാം. ഫോക്കസ് ആയില്ല. എല്ലായിടത്തും സ്റ്റാർട്ടാണ്. ഒന്നുകൂടി പറക്കം തുടങ്ങാം. അടിക്കും അല്ലേ? ആ കീ അടിക്കും. അടിക്കുന്നില്ല. രണ്ടടിക്കത്തെ മുന്നേ ഇവിടെ എങ്ങാണ്ട് അടിച്ചായിരുന്നല്ലോ. അടിച്ചായിരുന്നു. ഇവിടെ അടിച്ചായിരുന്നു. ജസ്റ്റ് ഓഫാക്കി ഒന്നുകൂടെ കാണാകട്ടെ. ഇവിടെ ഒക്കെ ഓഫാക്കി കണക്കി അത് ആ ഒരു എന്നിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. മുന്നേ മാർക്ക് ഇടണമായിരുന്നു. മാർക്കിടൊന്നും വേണ്ട. ജസ്റ്റ് പോയിന്റിലുണ്ട് ഇച്ചിരി കൂടെ. അപ്പോൾ ഇവിടെ ഒരെണ്ണം കിട്ടി. ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെ അപ്പുറത്ത് ഒരെണ്ണം കിട്ടിയായിരുന്നു നമുക്ക്. അവിടെ എവിടെയോ ഉണ്ട്. ഇച്ചിരി കൂടെ ഇപ്പുറത്തേക്ക് പുറത്താണോ? അപ്പോൾ ഇവിടെ ഒരെണ്ണം അടിച്ചാൽ ഈ കോർണർ ഒരെണ്ണം അടിച്ചാൽ ഇനി തിരിച്ചിങ്ങോട്ട് വന്നാൽ കറക്റ്റാണ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഇതിൽ കിട്ടും. തുള്ളി പുറത്താണ്. നോക്കട്ടെ എന്നാ ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, ഫൈനലി അത് വോളയിലാക്കി. ഇനി നമുക്ക് താഴെയും കൂടി സ്ക്രൂ ചെയ്യണം. ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്താണ് സ്ക്രൂ സ്ക്രൂ കിട്ടിയോ? ഞാൻ പിടിക്കണോ അതല്ലേ? വേണ്ട അറ്റ്ലീസ്റ്റ് ഓർമ്മ. ഓക്കെ. അത് ശരിക്കും തല കയറി. ചെരിഞ്ഞ കയറിപ്പോയാ ഇവിടെ ഇല്ല. ഇവിടുത്തെ ഇതിന്റെ താഴത്തെ ലൈനിൽ നിന്ന് നോക്കടാ. എന്നിട്ട് അങ്ങനെ വെച്ചേ. ഓക്കെ. ടൈറ്റ് ചെയ്യാൻ പോകുന്നു ഇവിടെ. അവിടെ ശരിയായി തോന്നുന്നു. പൊട്ടിക്കല്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെറിയ പാച്ച് വർക്ക് പെയിന്റ് വർക്ക് കൂടെ ചെയ്യേണ്ടത്. നമുക്ക് ഇച്ചിരി കൂടെ പെയിന്റ് മേടിച്ച് സാരല്ല. ഇതെല്ലാം ഈ ചായം തന്നെയല്ലേ അടിച്ചേ. അത് ഊരിയിട്ട് ഒന്നും കൂടെ ചെയ്യുക. ചെരിഞ്ഞു പോയല്ലേ? അത് അങ്ങോട്ട് അടിക്കണം.
ഷെഡേ കയറുള്ളൂ. ചേട്ടാ കയറിയോ അത്? പക്ഷേ കൈ കളയല്ലേ, മെല്ലടാ. ഓക്കെ, സ്ട്രോങ് ആയില്ലേ? പക്ഷെ കണ്ടിട്ടില്ല. ഓക്കെ, സൂക്ഷിച്ച്. ഒരു കാര്യം കുഴപ്പമില്ല. ചെറുങ്ങനെ ചെറുതാണ്, ചെരിഞ്ഞാണ്. ഇത്രയും ചെരിഞ്ഞാണ് ഇങ്ങോട്ട് പിച്ചിൽ താന്നായിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ടി വി ഇങ്ങനെയൊക്കെ തിരിച്ച് ചെയ്ത് ഓക്കെ ആക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ടി വി വെച്ചിട്ട് കാണിക്കാം. സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ മഹാസംഭവങ്ങളൊക്കെ ചെരിഞ്ഞിരിക്കുന്നത്. നീ ടി വി വെച്ചിട്ട് കാണിക്കാ വെച്ചേ. കുറച്ച് പണിയുണ്ട്. എന്നാ മാനുവൽ നോക്കണം, എന്തൊക്കെ പണിയുണ്ട്. ഇത് അങ്ങനെ വെറുതെ എടുത്ത് വെക്കൊന്നുമില്ല. ഓക്കെ, ഞാൻ ഇപ്പൊ ഈ സാധനം ഇത് പുറത്തേക്കും ഇതിങ്ങനെയായിട്ട് ഇങ്ങനെ 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 വേണം പോയി ഉള്ളി ജോയിന്റ് ആവാൻ. ഇതിന്റെ താഴെ കൂടെ എടുത്ത് പുറത്തേക്ക് എടുത്ത് സെറ്റിക്കിട്ട് ഉള്ളിലേക്ക് വെച്ചാൽ മതി. എന്നിട്ട് ഇവിടെ നോക്കുവാണെങ്കിൽ ഈ 2 ഹോള് ഇതുമായിട്ട് അലൈൻ ചെയ്ത് വരണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത് സെറ്റാക്കി വെക്കാം. എനിക്കൊന്ന് ഇച്ചിരി പവർ കൂട്ടി വെച്ചേക്കുന്ന കുറച്ച് മുന്നേ പവർ കൂട്ടിയില്ലായിരുന്നോ? മുന്നേ കൂട്ടിയില്ല. അപ്പോൾ അത് അവിടെ ടൈറ്റാക്കി ഇവനെ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച്. അടുത്തതും ഇതേപോലെ തന്നെ സെയിം നോക്കുക. ഓക്കെ, ഈ പൊസിഷനിൽ കൊണ്ടുവരിക. ഈ ത്രെഡിൻ്റെ ഇത് അലൈനാക്കി വെക്കുക. സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കുക അല്ലേ? സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കി. പയ്യെ ചെയ്തില്ലെങ്കിൽ നോക്കാൻ വേണ്ടി എല്ലാം പോകും. പിന്നെ പവർ കൂട്ടി വെച്ചിട്ട് ഞാൻ പവർ മാറ്റി വെക്കടാ അതിൻ്റെ. ഓക്കെ ഓക്കെ, അടുത്തത് ഇങ്ങനെ ചെയ്തിട്ട് ഈ സാധനത്തിന് കട്ട് ചെയ്തേ. നീ എന്നാ ചെയ്യാൻ പോകുന്നേ? നമുക്ക് ഇതിനാണ്ട് കവറിട്ട് തന്നെ എടുത്തങ്ങ് ഇച്ചിരി വൃത്തിയാക്കാം. ഓക്കെ, അത് ജസ്റ്റ് വെറുതെ വെച്ചാൽ മതി, സ്ക്രൂ ഒന്നുമില്ല. സ്ക്രൂ ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. ഇതിൻ്റെ പുറകിൽ ഇവിടെ ഉണ്ട് സ്ക്രൂ. ഇതിൻ്റെ പുറകിൽ കണ്ടോ, ഇവിടെ സ്ക്രൂ വെക്കാനുള്ള സംഭവമുണ്ട്. ഇത് കയറ്റിയതിന് ശേഷം ഏതോ 2 സ്ക്രൂ ഉണ്ട്, അതൊക്കെ എടുത്തോണ്ട് വന്നിട്ട് സെറ്റാക്കണം. ഉണ്ടോ കയറ്റി. അത് മാത്രമല്ല അവിടെ ഒരു കവറുണ്ടോ? ഈ സാധനത്തിന്റെ ഉള്ളിൽ പോയി അവിടെ ടൈറ്റ് ആയിട്ടിരിക്കണം അത്. അപ്പോൾ അതവിടെ ആ ഒരു അയ്യോ, ഇനി സ്ക്രൂ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു കവറായി സെറ്റായി. ഇത് ഇതിൻ്റെ പുറകിൽ നമ്മൾ അപ്പുറം സ്ക്രൂ ചെയ്ത് ഇത് പിടിപ്പിക്കും. ആ സ്ക്രൂ ഈ സ്ക്രൂ ആണ് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ സംഭവത്തിൻ്റെ പുറകിൽ ഈ കേസ് പിടിപ്പിച്ചിട്ട് ഓക്കെ നമ്മളിത് ടൈറ്റ് ആക്കാൻ പോവാം. മതി, പൊട്ടിക്കുന്നില്ല. ഇതുപോലെ അപ്പുറത്തും അല്ലേ?
രണ്ട് സ്ഥലത്തും പിന്നെ ഇപ്പോൾ സൈഡിൽ. അപ്പോൾ അത് അതിൻ്റെ സൈഡ് സെറ്റായിട്ട് പോകും. ഈ നടുക്കത്തെ ഇതും ആക്കണ്ടേ? അതാക്കി അത് ഇതിൻ്റെ ഉള്ളിൽ കയറി അവിടെ സ്ക്രൂ ഒന്നുമില്ല? ലോക്കായിട്ടുള്ളൂ. ഓക്കെ, സ്ക്രൂ ഒന്നും വേണ്ട. ഓക്കെ ഓക്കെ. ഇതിൽ നോക്കുമ്പോൾ ഈ സാധനം ഇച്ചിരി കയറാനോ ഉള്ള പോലെയാണ് കാണിക്കുന്നത്. ഇപ്പോഴാണ് ഈ സംഭവം ഇത് പുറമായി. ആണോ? ഇങ്ങനെ നടക്കാം. ഇങ്ങനെ തുറന്ന് അത് നമുക്ക് ടി വി ഇങ്ങനെയൊക്കെ ആംഗിൾ ചെയ്ത് വെക്കാവോ? ടി വി പല ഡാഷിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ അതിങ്ങനെ സെറ്റായി അവിടെ ഇരുന്നു. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ടി വി എടുത്ത് വെക്കുക. ടി വി എടുത്ത് വെക്കാറായില്ല. അതിന് മുമ്പ് ഈ സാധനം ടി വിയെ പിടിപ്പിക്കണം അപ്പുറം ഇപ്പുറമായിട്ട്. ഓക്കെ. സ്ക്രൂ ചെയ്യാൻ പറ്റുമോ അപ്പോൾ ടി വിയിൽ? അങ്ങനെ വേണം ചെയ്യാം. ടി വിയിൽ ഇങ്ങനെ ഒന്നതും ഇങ്ങനാക്കി വെച്ച് ഇത് ലോക്ക് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ഇതും മറ്റേ ഉള്ളിൽ ഇതുമായിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഊഹാഭാവം ശരിയാണെങ്കിൽ ഇങ്ങനെ വേണം വെക്കാൻ. പക്ഷേ അങ്ങനെ വെക്കൽ ഇച്ചിരി ചടങ്ങാണ്. അതെങ്ങനെ വെക്കും എന്നുള്ളതാണ് ഇപ്പം ചിന്തിക്കേണ്ടത്. ഇവിടെ ഈ ഒരു കട്ടിങ് ഉള്ളതുകൊണ്ട് എങ്ങനെ വെക്കും? ഇതിനെ കുറച്ചുകൂടെ താഴേക്ക് ഇടാൻ പറ്റും? ഇല്ല, അവന് വേറെ ഇതൊന്നും ഇല്ല. ഈ ഒരു ഗ്യാപ്പിലാണ് അവനെ ഇടേണ്ടത്. ഗ്യാപ്പിൽ ഇട്ടിട്ട് പക്ഷേ നേരെ അത് ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റാക്കണം. മറ്റേത് ഇവിടെ വെച്ച് ടൈറ്റാക്കണം. ടൈറ്റാക്കണ്ട. മാനുവൽ ഒന്നുകൂടെ എടുത്ത് പുനർപരിശോധിക്കട്ടെ. നമുക്ക് ടി വി അതിൻ്റെ ബാക്കിലുള്ള സ്ക്രൂ ഊരി എടുക്കും അല്ലേ? ഇവിടെ സ്ക്രൂ ഊരി എടുത്തിട്ട് എനിക്കത് കമത്തി വെച്ചിട്ടാണ് അവൻ ചെയ്തത്. നമ്മൾ ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കാം. അല്ലെ നിലത്ത് എന്തെങ്കിലും വിരിച്ചിട്ട് കമത്തി വെച്ചിട്ട് ചെയ്യേണ്ടി വരും അല്ലേ? ഇത് ഇങ്ങനെയാണ് കൊണ്ടുപോയി മൗണ്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി മൗണ്ട് ചെയ്യേണ്ടതുകൊണ്ട് അങ്ങനെ വേണം ടി വി വെക്കാൻ. കൊണ്ടുപോയി വേണം പിടിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒന്ന് വേണം പിടിപ്പിക്കാൻ. അപ്പോൾ ഇങ്ങനെ സെറ്റാണ്. പക്ഷേ ഈ സാധനം അത്ര ദൂരം എത്തിയല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് നമുക്ക് ഏത് സ്ക്രൂ വെച്ച് പിടിപ്പിക്കാം? ഏത് സ്ക്രൂ ആണ് അതിനകത്ത് വന്നിട്ടുണ്ടോ? M4 A B B എന്നാണ് B4 ഒരു ഡസൻ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്ക്രൂ കണ്ടുപിടിക്കും. ഞാൻ സ്ക്രൂ കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ. നമ്മൾ ഈ സാധനം വെച്ചിട്ടാണ് ഈ ഗ്യാപ്പ് ഒന്ന് സാധനം കാണിച്ചു കാണിക്കുന്നത്. ഈ സാധനം വെച്ചിട്ടാണ് ഈ ഗ്യാപ്പ് നമ്മൾ പൊങ്ങിച്ചെടുത്തുകൊണ്ട് വരാൻ പോകുന്നത്. ഓക്കെ. ബാക്കിയുള്ള മൗണ്ടിങ് ഹാൻഡിലർ വെച്ച് നോക്കുമ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ടു മച്ച് ഹൈറ്റാണ്. അത്ര ഹൈറ്റ് നമുക്ക് വേണ്ട. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് നല്ല ഇത് വെച്ച് ചെയ്യുന്നതിനാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു വാഷ് ഇടുന്നു. വാഷ് ഇട്ടതിന് ശേഷം ഇവിടെ ഉള്ളിൽ ഇടുന്നു. അതിനുശേഷം ഇതൊരു 3 എണ്ണം കൈമാറ്റിട്ട് കാണിച്ച് ഇങ്ങനെ ഇടുന്നു. 1 2. ഓ, അങ്ങനത്തെ ബ്ലാക്ക് അവസാനം 3 എണ്ണം ഉണ്ടോ? 8 എണ്ണം ഉണ്ട്. 3. എന്നിട്ട് നമ്മൾ എടുത്തിട്ട് മാറ്റാം. സൂക്ഷിച്ച് വിടുന്നു. ഓക്കെ. സെറ്റാക്കി പിന്നെ ലെവലാക്കി വെച്ച് ഇപ്പോൾ
ഇതിപ്പോൾ ഇതിനെ ഫ്ലോട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ. നമ്മുടെ പൊസിഷൻ തീരുമാനിച്ചതിന് ശേഷം നമുക്ക് ടൈറ്റ് ആക്കി വെക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഹൈറ്റ് ഇടാൻ വേണ്ടി മാത്രം എന്നൊരു കുഞ്ഞു പരിപാടിയാണ്. നമ്മൾ ആദ്യം ഇവനെ ഇവിടെ പിടിപ്പിക്കുന്നു. ഓക്കെ, ടി വി പിടിക്കണം. അത്രയും ടൈറ്റ് ആക്കിയില്ല, ഇത്രേ ഉള്ളൂ. അതിനുശേഷം ചെറുതാക്കണം, കാരണം ആ മേളത്തിൻ്റെ ലെവലൂടെ നമുക്ക് മനസ്സിലാവണം. ഓക്കെ, നമ്മൾ ആദ്യം അവിടുത്തെ ലെവല് ഇത് ജസ്റ്റ് ഇവിടെ പിടിപ്പിച്ചു. പിന്നെ ഇവനെ നമുക്ക് അതേപോലെ ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ച് വെക്കാം. ഓക്കെ, നമുക്ക് തന്നെ ഫ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടുത്തെ പൊസിഷൻ ഒന്ന് സെറ്റാക്കിയിട്ട് അവിടുത്തെ നോക്കട്ടെ. അപ്പോൾ ഇതാണോ, ഇങ്ങനെയാണോ അങ്ങനെയാണോ വേണ്ടതെന്ന് തീരുമാനിക്കട്ടെ. ഓക്കെ, ഏത് ഇതിൽ വേണമെന്നൊന്ന് ഉറപ്പിച്ചതിന് ശേഷം ഇതൊന്ന് ഇങ്ങനെ വെച്ചിട്ട് പൊക്കി ഈ ഒരു സെക്കൻഡിൽ പഠിപ്പിക്കാം. സെക്കൻഡിൽ പഠിപ്പിക്കാന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് മതിയായിരിക്കുന്ന എനിക്ക് തോന്നുന്നു. ഈ ചെറുത് മതി അവിടെ മേളിൽ പിടിപ്പിക്കാനാ. അപ്പോൾ അതല്ല വലിയ വേണമെങ്കിൽ നമ്മൾ മാറ്റി പിടിപ്പിക്കും. എന്നാലും ചെറുതായിട്ട് നോക്കട്ടെ ആദ്യം. ഓക്കെ, നമ്മൾ ഇങ്ങനെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി മെനക്കേടുണ്ട്. കമത്തിയാണെങ്കിൽ ടി വി കമത്തിയിട്ടിട്ടാണ് ഇച്ചിരി ഈസി ആയിരിക്കും അല്ലേ. നമ്മൾ ഓൾറെഡി സ്റ്റാൻഡ് ഇരിക്കുന്നതുകൊണ്ട് പിന്നെ കമത്തി ഇട്ടില്ല. മെനക്കേടാ. അതെ, മെനക്കേടല്ല ഇപ്പം അത് മെനക്കേട്ടേക്കാം. ഓക്കെ, വന്നിട്ട് ഇവിടെ വെച്ചാൽ നോക്കുവാണ്, പറ്റുമായിരിക്കും. നോക്കട്ടെ, ടി വിയെ ഞാൻ പിടിച്ചു തരാം. ഓക്കെ, അവിടെ ആയി. താഴെ ഒന്നുകൂടെ ടൈറ്റ് ചെയ്ത് താഴെ താഴെ ടൈറ്റ് ആക്കി. പിന്നെ പറയുന്നത് ഡ്രില്ല് വെച്ച് ടൈറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ടൈറ്റ് ചെയ്തില്ല. എന്നിട്ട് ഞാൻ ഹാൻഡ് വെച്ചങ്ങ് ടൈറ്റ് ചെയ്യാണ്. ഓക്കെ, ടൈറ്റ് ആയി മാക്സിമം. മതി. ഓക്കെ, ഓക്കെ, ഇനി അപ്പുറത്തും കൂടെ അതുപോലെ ആക്കണം. സ്ട്രോങ് ആയി. ഇനി അപ്പുറം അതേപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ സാധനമുണ്ട്. ഇവനാണ് സാധനം. അപ്പോൾ ഇതിലൊരു വാഷ്, ഈ വാഷിനെ തട്ടണം. ഓക്കെ, എന്നിട്ട് സെക്കൻഡ് തൊള്ളയിലേക്ക് ഇട്ട് ഈ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിൽ വെച്ച് അവിടെ ഇപ്പോൾ ഇതിൻ്റെ പുറകിൽ വാഷ് സെറ്റാക്കി പിടിപ്പിച്ചിട്ടുണ്ട്. ബ്ലാക്ക് അല്ലേ. അപ്പോൾ അതിവിടെ ഒന്ന് ചെറുങ്ങനെ മോണ്ടിയിട്ട് പിടിപ്പിച്ച് പുറത്ത് വന്നു. എന്ത് പറ്റി? എൻ്റെ ഇത് പൊട്ടിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, അതൊരു വാഷ് പോലെ ചെയ്യുന്ന സാധനമാണ്. നമുക്ക് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ വീണ്ടും അവിടെ വെക്കും. ഓക്കെ, ഓക്കെ, മറ്റേത് വെച്ച് ടൈറ്റ് ചെയ്യാൻ പോവാം. ഹാൻഡ് ടൈറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ടി വിയുടെ. ഇനി അടുത്ത എന്താ പരിപാടി?
എത്തിക്കാണെന്നുള്ള പ്രതീക്ഷയിരിക്കുകയാണ്. ഒന്നുകൂടി ടൈറ്റ് ചെയ്തേ മാക്സിമം. താഴത്തെ ഓക്കെയാണ്. താഴത്തെ ആവശ്യത്തിന് നീട്ടുള്ള ബില്ലാണ്. മേളത്തെ പിന്നെ നമുക്ക് ഫ്ലാറ്റായി കിട്ടാൻ വേണ്ടി അങ്ങനെയാണ് വെച്ചത്. മാഞ്ഞു കിട്ടും. ഈ സാധനം ഇത്തേലേക്ക് ഇവിടെ ഇത്തേലേക്ക്. ആ പിടിച്ചോണേ. ഉണ്ട് ഇവിടെ കിടക്കുന്നു താഴെ. ഒരു വിധത്തിൽ TV മേളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ആ ഇനി അവിടെ ഒരു സാധനം പിടിപ്പിക്കാനുണ്ട്. അത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരുപാട് കഴിക്കണ്ട. സ്ക്രൂ മാറ്റണോ? അതെ, അതിലും ചെറിയ ഒരെണ്ണം ഉണ്ടടാ. ചെറുതോ? ആ ഉണ്ട്. ദേ അത് തന്നെ. ആ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, സ്ക്രൂ ഇടുമ്പോൾ കാണിക്കാം. ആ TV പിടിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടൊന്ന് ശരിക്കണം എനിക്ക് പയ്യെ ഇങ്ങനെ. അവിടെ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അത് ഇട്ട് ക്ലിപ്പിട്ട് ഒരു ക്ലിപ്പിട്ടു. ഇനി അപ്പുറം വന്നിട്ട് അടുത്ത ക്ലിപ്പ് ഇടാനുള്ള എൻ്റെ സാധനം എടുത്തിട്ടോ. വേറെ ഇതാണ് ക്ലിപ്പ് ഇട്ട് വെച്ച സാധനം. അതുപോലെ ഇപ്പുറം ഒരു സൈഡിൽ നിന്ന് ഈ സാധനം ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇവിടെ കവർ ചെയ്തിട്ട് ഇവിടെ ക്ലിപ്പ് ഇടും. ഇതിന് നീളം കൂടുതലാണ്. ഇതിൻ്റെ ശരിക്കുള്ള ആണി ഞാൻ ശരിക്കും ഇവിടെ ഉപയോഗിച്ചു. കാരണം ഇവിടെ തന്നെ ആണി ജസ്റ്റ് അറ്റം മുട്ടുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു പേടി ഇനി അത് കൂടുതലായിട്ട് വീഴുക. അപ്പോൾ നമ്മൾ ഇവർ കുറേ എക്സ്ട്രാ സാധനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ അങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ സാധനത്തിനിടെ ഞാനൊരു വാഷർ വെച്ച് ആ ലെങ്ത് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ആ സാധനം ഇരുന്നോളൂ. ഓക്കെ, അതവിടെ തട്ടി സെറ്റായി. അപ്പോൾ എനിക്ക് കൂടുതലത് ഡ്രില്ല് വെച്ച് ടൈറ്റ് ആക്കുന്നില്ല. ഒന്ന് ചെറുങ്ങനെ ഹാൻഡ് ടൈറ്റ് ചെയ്ത് ക്ലിപ്പിട്ട് വെച്ചേക്കാം. ഓക്കെ, ഇവനെ ചെറുങ്ങനെ ഹാൻഡ് ടൈറ്റ് ചെയ്ത് ഇനി അപ്പുറം ഇതേപോലെ തന്നെ ഒന്ന് നമ്മൾ ഹാൻഡ് ടൈറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ TV ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, അതും സെറ്റാക്കി ഹാൻഡ് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിപ്പിട്ടില്ലേ? ഓക്കെ, ഇനി ഇവിടെ ക്ലിപ്പൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി പാപ്പാടെ കുഞ്ഞ് ഒരു ചെറിയ പണി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് അയച്ചെടുക്കണം. ഈ സാധനം അല്ലേ നമ്മുടെ മറ്റേ ഇറ്റയിൽ വെച്ചുകൊണ്ടിരുന്ന ടേബിളിൽ വെച്ചുകൊണ്ടിരുന്ന ആ സാധനം വെച്ചെടുക്കാം. കൈ വെച്ചേക്കാം. ഇവനിങ് കഴിച്ച് TV സെറ്റായെന്ന് തോന്നുന്നല്ലേ? എന്നാണ് വിശ്വാസം. ഇത് TV കുറച്ചുകൂടെ ബാക്കിലേക്ക് വെച്ചാൽ അറിയാം ക്ലോക്ക് മറിഞ്ഞു പോകുന്നുണ്ടോ ഇല്ലയോ.
ഇവനെ അടുത്ത് മാറ്റി വെച്ചേക്കാം, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എടുത്തു. ഇനി എപ്പോഴേലും ഭാവിയിൽ ആവശ്യമുണ്ടെങ്കിൽ അവനെ ഉപയോഗിക്കാം. ഇതും കൂടെ ഊരിയേക്കാം. ഇവനെ കൂടെ ഉപയോഗിക്കാം. അതാ അവിടെ